ഹായ്, ഞാൻ പടവിൽ സമ്പത്ത്, ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഇത് സീരീസ് ആയിട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ്. അതിന്റെ ഒന്നാമത്തെ സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഫർമേഷൻ ഫ്രെയിം ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ലെസന്റെ പ്രതിപാദ്യ വിഷയം. ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ അപകടമായേക്കാം പൂർണ്ണമായും അറിയാതെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കാണുക. എന്താണ് അഫർമേഷൻ? നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അഫർമേഷൻ അഥവാ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ. ഐ ആം ഹാപ്പി, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം അബണ്ടന്റ്, ഐ ആം കോൺഫിഡന്റ് എന്ന് തുടങ്ങി നമ്മൾ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഒരു പോസിറ്റീവ് വാചകമായി നമ്മൾ എല്ലാവരും അഫർമേഷൻ ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ അത് മാത്രം പോരാ. എന്തുകൊണ്ടാണ് നമ്മുടെ അഫർമേഷൻ പൂർണ്ണമായും വർക്ക് ചെയ്യാത്തത് എന്ന് ആലോചിച്ചാൽ നമ്മുടെ അഫർമേഷൻ പൂർണ്ണമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതിന് കാരണം നമ്മുടെ അഫർമേഷൻ HRCM ബാലൻസ് ചെയ്യുന്നില്ല എന്നാണ്. എന്താണ് HRCM ബാലൻസിങ്? നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 4 ഏരിയ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഇതിനെ പ്രതിനിധീകരിക്കുന്നതാണ് HRCM. ഒരു വാഹനത്തിന്റെ 4 ടയറുകൾ പോലെ തുല്യമായ പ്രാധാന്യം അർഹിക്കുന്നതാണ് HRCMലെ ഓരോ ഘടകവും. അതായത് നമ്മുടെ വാഹനത്തിന്റെ ഒരു ടയർ പഞ്ചറായാൽ നമുക്ക് യാത്ര തുടരാൻ കഴിയാതിരിക്കുന്നത് പോലെ തന്നെ ഈ HRCMലെ ഏതെങ്കിലും ഒരു ഏരിയ വീക്കായാൽ നമ്മുടെ ജീവിതത്തിൽ അത് മൊത്തത്തിൽ റിഫ്ലക്ട് ചെയ്യും. ഉദാഹരണത്തിന്, ഒരാൾ വളരെ കൃത്യമായി കരിയറിൽ മാത്രം അഫർമേഷൻ നൽകുന്നു എന്ന് കരുതുക. കരിയറിൽ കൃത്യമായി അഫർമേഷൻ നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയർ ഫ്രീക്വൻസി ഉയർന്നു നിൽക്കുകയും അയാളുടെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, മണി ഫ്രീക്വൻസികൾ അത്രമാത്രം ഉയരാതെ നിൽക്കുകയും ചെയ്യും. ഈ ഒരു ഇംബാലൻസിങ് അയാളുടെ കരിയറിൽ മാത്രമല്ല ജീവിതത്തിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതെങ്ങനെയാണെന്നല്ലേ? അയാളുടെ കരിയറിൽ അയാൾക്ക് കാര്യമായ ഗുണം ഉണ്ടാകുമെങ്കിലും അയാളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും. കാരണം ഫ്രീക്വൻസി താഴെയാണ്. റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അയാൾക്ക് സ്ട്രെസ് ഉണ്ടാവും, സ്വാഭാവികമായും ഹെൽത്ത് കുഴപ്പത്തിലാവും, തുടർന്ന് കരിയറിൽ വേണ്ടത്ര സമയം നൽകാൻ പറ്റാതാവും, സ്വാഭാവികമായും അയാളുടെ മണി ഫ്രീക്വൻസിയും അവതാളത്തിലാകും. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4 മേഖലയിലും കൃത്യമായ അഫർമേഷൻസ് ഉണ്ടാകണം. ഇതാണ് ആദ്യമായി അഫർമേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇതുകൊണ്ട് മാത്രമായില്ല, ഈ 4 മേഖലയിലും, അതായത് ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4 മേഖലയിലും 3 വീതം അഫർമേഷൻസ് ഉണ്ടാവേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണ്, അവയുടെ പ്രാധാന്യം എന്താണ് എന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് നന്ദി. ഇതിന്റെ 2ാമത്തെ സീരീസ് 6-ാം തീയതി രാത്രി കൃത്യം 7:30 അപ്ലോഡ് ചെയ്തതാണ്. തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പടവിൽ സമ്പത്ത്.